തുമ്പ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ വീട്ടിലേക്ക് ഇന്ന് ഒരു അതിഥി വന്നിരുന്നു. അതിഥി ആരാണെന്നറിയണ്ടേ? എൻ്റെ അളിയൻ്റെ മോളാണ്. അവൾ വന്നത് ഈ മീനമാസത്തിലെ ഉച്ചവെയിലത്താണ്. അതുകൊണ്ട് അവളുടെ ഉള്ളൊന്ന് തണുപ്പിക്കാൻ ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസ് കൊടുത്താലോ എന്ന് തീരുമാനിച്ചു. എന്നാൽ തണ്ണിമത്തൻ്റെ തോട് കൊണ്ട് ഒരു ജാമും കൂടി ഉണ്ടാക്കണമെന്ന് മകളും ഭാര്യയും കൂടി ആവശ്യപ്പെട്ടു. അത് കൊള്ളാം. ഉച്ചയ്ക്ക് ജ്യൂസും വൈകിട്ട് ബ്രെഡും ജാമും കഴിക്കുന്നത് ഏറെ രുചികരമാണ്. തണ്ണിമത്തൻ്റെ തോടെടുത്തിട്ട് അതിൻ്റെ കരിന്തൊലി ചെത്തിക്കളയുക. അതിനുശേഷം ഒരു ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞെടുക്കുക. ഇത് സമമായിട്ട് രണ്ടും അരിഞ്ഞ് ഒരു പാത്രത്തിലെടുക്കുക. അതൊരു കുക്കറിലേക്ക് ഇട്ട് അല്പം വെള്ളമൊഴിച്ച് അത് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതൊരു കടായിലേക്ക് ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. തിളച്ച് നന്നായിട്ട് വരുന്ന സമയത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. കുറുകുന്ന രീതിയിൽ, ഒരു ജാമിൻ്റെ പരുവമായി കുറുകുന്ന രീതിയിൽ അത് നന്നായിട്ട് വരട്ടിയെടുക്കുന്നതോടൊപ്പം നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു ജാമിൻ്റെ പരുവത്തിൽ കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഒരു പാത്രത്തിലേക്ക് ശേഖരിച്ചു. ഈ തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കുന്ന ജാമും ബ്രെഡും കഴിക്കുന്നത് ഏറെ രുചികരമാണ്. എത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ ജാമ് നമ്മുടെ ഓരോ വീടുകളിലും പരീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഈ ചാനൽ സബ്സ്ക്രൈബും ഒന്ന് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.